PM ശ്രീ വിഷയം ചർച്ച ചെയ്യാൻ CPIM നാളെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി വിദേശത്തു നിന്നും മടങ്ങിയെത്തതിന് പിന്നാലെയാണ് ഈ യോഗം ചേരാൻ പോകുന്നത്. ശ്രീത്ത് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, നേരത്തെ തന്നെ CPM ഇതിൽ വിദ്യാഭ്യാസ വകുപ്പ് തിടുക്കത്തിൽ ചില നീക്കങ്ങൾ നടത്തി എന്ന വിമർശനം നടത്തി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി തിരികെ വിദേശത്തു നിന്നും എത്തിയിരിക്കുന്നു കേരളത്തിലേക്ക്. അതിന് പിന്നാലെ ഇപ്പോൾ CPM സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നു. ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു വിഷയമായി ഇതിനെ CPM കാണുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രജിൻ, PMC വിവാദത്തിൽ CPIയുടെ രാഷ്ട്രീയ നിലപാട് നാളെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് അടിയന്തരമായി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും വിളിച്ചു ചേർത്തിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് AKG സെന്ററിലാണ് സെക്രട്ടേറിയറ്റ് യോഗം. മുഖ്യമന്ത്രി ഇന്ന് രാത്രി 8 മണിയോടെയാണ് ഗൾഫ് സന്ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയത്. മുഖ്യമന്ത്രി എത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത്. PMC വിവാദത്തിൽ CPI കടുത്ത നടപടിയിലേക്ക് പോയാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് CPIMന് വ്യക്തമാണ്. മാത്രമല്ല, ഇക്കാര്യത്തിൽ മുന്നണിയുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചു എന്നുള്ള വിമർശനവും ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ചർച്ചകൾ നടക്കുന്നത്. PMC വിവാദത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നാവശ്യപ്പെട്ട് CPI കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്ത് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. MV ഗോവിന്ദനും മുന്നണി കൺവീനർ TP രാമകൃഷ്ണനുമാണ് CPI സംസ്ഥാന സെക്രട്ടറി കത്ത് നൽകിയത്. തെറ്റുതിരുത്തി പിന്നോട്ട് പോയില്ലെങ്കിൽ തങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ ബഹിഷ്കരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് CPIയുടെ മുന്നറിയിപ്പ്. ഈ സാഹചര്യമൊക്കെ ആയിരിക്കും നാളെ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്രീത്ത്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി നേരിട്ടൊരു പക്ഷേ CPI നേതാക്കളെ കണ്ടേക്കാം. അത്തരം ചില സൂചനകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നാളെ മുഖ്യമന്ത്രിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഒരേ വേദിയിൽ എത്തുന്നുണ്ട്. പുന്നപ്രവേരാൽ രക്തസാക്ഷി വാരാചരണത്തിന്റെ സമാപന സമ്മേളനം നാളെ ആലപ്പുഴയിൽ വയലാറിൽ നടക്കുകയാണ്. ഈ പരിപാടി വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഒരുമിച്ച് ഒരു വേദിയിലെത്തുന്നു. CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞാണ് ബിനോയ് വിശ്വം വരുന്നതെങ്കിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലെ തീരുമാനങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും മുഖ്യമന്ത്രി എത്തുക. അപ്പോൾ ഇരുവരും തമ്മിലൊരു ചർച്ചയ്ക്കും കൂടിക്കാഴ്ചയ്ക്കും ഒക്കെ അവസരമുണ്ട്. എന്നാൽ നാളെ ആ ചർച്ച നടക്കുമോ? അതിനു മുമ്പ് തന്നെ അനൗപചാരികമായി ഫോണിലൂടെയും മറ്റുമുള്ള ആശയവിനിമയങ്ങൾ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. കാരണം CPI കടുത്ത നടപടിയിലേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്ന അഭിപ്രായം CPIMനകത്തുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വർഷം കൂടിയാണ്. അപ്പോൾ മുന്നണിയിൽ കലഹം എന്ന് വരുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് CPIM തിരിച്ചറിയുന്നു. മാത്രമല്ല, CPIയുടെ സംസ്ഥാന സെക്രട്ടറി യോഗം കഴിഞ്ഞ് ബിനോയ് വിശ്വം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതെന്തൊരു സർക്കാരാണ്, എന്ത് കൂട്ടുത്തരവാദിത്തമാണ് ഈ സർക്കാരിനുള്ളത് എന്ന ചോദ്യം വലിയ തോതിൽ CPIMനെ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാനുള്ള മാർഗങ്ങൾ സെക്രട്ടറി യോഗത്തിൽ ആലോചിക്കും. ഒപ്പം തന്നെ CPI നേതാക്കളുമായുള്ള ചർച്ചകളും സമാന്തരമായി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും മുഖ്യമന്ത്രി തിരികെ വിദേശത്തു നിന്നും മടങ്ങിയതോടുകൂടി തന്നെ ഇപ്പോൾ CPIM ഈ PM ശ്രീ പദ്ധതിയിലെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട വിവാദം, അതുമായി ബന്ധപ്പെട്ട് CPIയുടെ എതിർപ്പ്, ഇതെല്ലാം ചർച്ച ചെയ്യുകയാണ്. അതിനായുള്ള അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗമാണ് നാളെ ചേരുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശ്രീത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.